സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും, എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. അപ്പൊ നമ്മുടെ ജസ്ന സലീം, ആ പേര് ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. കൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന പേരിൽ ഒരു കാലത്ത് വൈറലാവുകയും പിന്നീട് അത് മുതലെടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ എയറിലാവുകയും ചെയ്ത പെണ്ണ് തന്നെ കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്ന പേരിൽ ഇവർക്ക് ഒരു യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്. ആ ചാനലൊന്നും തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്തായാലും ഒരു കാലത്ത് കൃഷ്ണന്റെ പേരും പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടലായിരുന്നു പുള്ളിക്കാരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അല്ലെ. തുടക്കത്തിലൊക്കെ അതെല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി ഈ സ്ത്രീ ഇതും വെച്ച് മുതലെടുക്കാണെന്നുള്ളത്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഇവർ കാണിച്ചു കൂട്ടുന്നത് അമ്മാതിരി പരിപാടികളല്ലേ. ബർത്ത്ഡേന്റെ അന്ന് ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു, നിരന്തരമായി അവിടെ ചെന്ന് റീൽസ് എടുക്കുന്നു, എന്നിട്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടു ചെന്ന് തട്ടുന്നു. ഇതിങ്ങനെ നിരന്തരമായി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അല്ലേ ഇവര് മുതലെടുപ്പ് നടത്താണെന്നുള്ളത്. എന്തായാലും ഇതോടെ പലരും എന്താക്കി പുള്ളിക്കാരിക്കെതിരെ കോടതിയിൽ കൊണ്ടുപോയി കേസ് വരെ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പുതിയ നിയമം വരെ വന്നു അല്ലെ. ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് റീൽസ് ചിത്രീകരണം പാടില്ല. വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും മതാചാരങ്ങൾ നടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തോളൂ. പക്ഷെ അല്ലാണ്ടുള്ള സമയത്തിൽ റീൽസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊന്നും പാടില്ല എന്നുള്ള രീതി. എന്തായാലേ പണ്ടൊക്കെ പലരും ഒരു കുഴപ്പമില്ലാണ്ട് കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തു പോയ സ്ഥലമായിരുന്നത്. ഇപ്പൊ ഈ സ്ത്രീയുടെ തോന്നിയാസം കാരണം അതും ഇല്ലാണ്ടായി. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ജസ്ന സലീം അടങ്ങിയിരുന്നില്ല കേട്ടോ. പുള്ളിക്കാർക്ക് എങ്ങനെയെങ്കിലും അറ്റൻഷൻ പിടിച്ചു പറ്റണമല്ലോ. അങ്ങനെ പുള്ളിക്കാരെന്താക്കി സ്വന്തം യൂട്യൂബ് ചാനൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഓരോ സംസാരങ്ങൾ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതാരും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അത് വേറെ കാര്യം. പുള്ളിക്കാരിക്ക് പൊതുവെ റീച്ച് കുറവാണ്. പക്ഷെ അങ്ങനെ വന്ന് കഴിഞ്ഞ മാസം ഗുരുവായൂരിലെ ഉത്സവത്തിന്റെ സമയത്ത് KK നടപുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുകളിൽ ഒരു കടലാസ് മാല അണിയിച്ചുകൊണ്ട് ജസ്ന സലീം ഒരു വീഡിയോ അങ്ങെടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് പലരും കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇപ്പം പുള്ളിക്കാരിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജാമ്യമുള്ള വകുപ്പാണ്. ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് പുള്ളിക്കാരുടെ ഈ തോന്നി മാസത്തിന് ഒരു തിരിച്ചടിയാകുമെന്ന് മാത്രം. എന്തായാലും കഴിഞ്ഞ മാസം ഗുരുവായൂരിൽ ചെന്ന് കൃഷ്ണന്റെ മുകളിൽ കടലാസുമാലൊക്കെ അണിയിച്ച് വീഡിയോ പ്രചരിപ്പിച്ച സമയത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ ജസ്ന സലീമിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ജസ്ന സലീം ചെയ്ത വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? അതെ അതെ അതെ, ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല. പക്ഷെ തോന്നിവാസം കാണിക്കുന്നത് അതൊരു തെറ്റ് തന്നെയാണ്. സന്ദർഭോചിതമായിട്ട് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും. അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുതെന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നോട് എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റ് തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല ചെയ്യേണ്ടത്. അതെ, അത് ശരിയാണ്. പക്ഷെ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് അതിന് മാപ്പും പറഞ്ഞു എന്നിട്ട് വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ജസ്ന തന്നെ പറ. ജസ്ന അപ്പൊ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വട്ടം ജസ്ന ഗുരുവായൂരമ്പലം നടയിൽ ചെന്ന് ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടി. അത് കാരണം പല വിമർശനങ്ങളും വരാൻ തുടങ്ങിയപ്പോ ജസ്ന തന്നെ ലൈവിൽ വന്ന് എല്ലാവരോടും മാപ്പ് പറഞ്ഞതാണ് അല്ലെ. ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും. ഞാൻ വീണ്ടും അതെടുത്ത് കാണിക്കുന്നില്ല. ഞാൻ കാരണം വിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞു എന്നൊക്കെ ഭയങ്കരമായിട്ട് അന്ന് കരിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെ പറഞ്ഞു ജസ്ന സലീം. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പണ്ട് ചെയ്ത അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ പിന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അല്ല ഒന്ന് പറഞ്ഞോട്ടെ. വന്നു നിന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കഥാപ്രസംഗം നടത്താണ്. പിന്നെ ജസ്ന സലീം അമ്പലത്തിനുള്ളിലേക്ക് വീഡിയോ എടുക്കുന്നതിന് പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ഒരുപോലെ ബഹിഷ്കരിച്ച ഒരാളാണ് ഈ പറയുന്ന ജസ്ന സലീം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനൊന്നും പറഞ്ഞുണ്ടാക്കണതിന് വലിയ കാര്യമൊന്നുമില്ലെന്നേ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ തെറ്റായിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസ് മാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും.
നമുക്ക് കാണാം. വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാമൊക്കെ. ഇവരെ വർത്താനം കേട്ടാൽ തോന്നുന്നു കണ്ണിന് ഇറങ്ങി വരുന്ന വീഡിയോ നാളെ യൂട്യൂബിൽ ഇടുന്നു. ആ ലെവലാണ് സംസാരം. എന്തായാലും നൈസായിട്ട് പുള്ളിക്കാർ വിശ്വാസികളുടെ തന്തയ്ക്ക് വിളിച്ചില്ലേ. വെറുതെ അല്ല, അതിനുള്ളൊരു തിരിച്ചടിയായിട്ട് ഇത് കണ്ടാൽ മതി. ഉള്ളത് പറയുമല്ലോ, ഏത് മതമാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോ മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കൾക്കിടയിലാണെങ്കിലും. നിങ്ങൾ നേരെ തിരിച്ചുള്ള ഒരു സിനാരിയോ ചിന്തിച്ചു നോക്കി. അതായത് ഒരു ഹിന്ദു പെണ്ണ് കണ്ട മുസ്ലിം പള്ളികളിലൊക്കെ കയറി ഇറങ്ങി ആ പള്ളിന്റെ ഉള്ളിലുള്ള വീഡിയോസ് ഒക്കെ ചിത്രീകരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിരുന്ന് പറയാണ്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ഞാൻ അള്ളാഹും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ഒരു പരിധിവരെ മുസ്ലിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാനാവും. അതേപോലെ തന്നെയാണ് ഇതും. ഇങ്ങനെയൊക്കെ തട്ടമിട്ട് ഗുരുവായൂർ അമ്പലത്തിനുള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുക, അവിടെ വെച്ച് ഓരോന്ന് വിളിച്ചു പറയുക, ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമില്ല. ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മതസ്പർദ്ധ വളർത്തലാണ്. അല്ലെങ്കിൽ ഇവിടെ മതത്തിനും പേരും പറഞ്ഞ് തമ്മിലടിയാണ്, അത് വേറെ കാര്യം. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഓരോരുത്തരും കൂടി വളർത്തി വിട്ട് കഴിഞ്ഞാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നിലവിലെ ജസ്ന സലീമിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിൽ നിന്ന് നമുക്ക് പടം എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തു. കേട്ടല്ലോ, ഇതിപ്പോ ബാക്കിയുള്ളവർക്കും കൂടി പണിയെടുക്കുന്ന ഏർപ്പാടാണ് ജസ്ന ചെയ്തു വെച്ചേക്കുന്നത്. കലാപാഹ്വാനത്തിനൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ കേസ് വെച്ചിട്ട് പുള്ളിക്കാരിയെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റരുത് എന്നൊരു കോടതി വിധി വരണം. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് മാറും. അതല്ലാണ്ട് ഇവിടെ കുറെ ശിക്ഷിച്ചിട്ടും ഫൈൻ അടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത്തരം കേസുകൾ ഈ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്തായാലും കഴിഞ്ഞില്ല കേട്ടോ. ജസ്ന സലീം ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. കുറച്ച് കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും, എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? എനിക്കും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. എന്ത് ചെയ്യാൻ? ഒരു പൊട്ടും ഒരു സിന്ദൂരും കുത്തിക്കഴിഞ്ഞാൽ എന്താവുന്ന ആരാണ് ജസ്റ്റിനോട് പറഞ്ഞത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇപ്പൊ തന്നെ ഇവരുടെ ചിന്താഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവര് പറയാത്ത പറഞ്ഞു വെക്കുന്ന എന്താണ്? ഞാൻ ഗുരുവായൂർ അമ്പലം നടയിൽ ചെന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാൻ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ മറികടക്കാൻ വേണ്ടി ഞാൻ മതം മാറാൻ വരെ തയ്യാറാണ്. വിച്ച് മീൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ എന്റെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുമെന്ന് അർത്ഥം. അതല്ല ഇവരിപ്പോ പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യം. എന്തായാലും ഇതേ ജസ്റ്റിന് തന്നെ 2 മാസം മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി കണ്ടു നിർത്താം. ഇനി എന്നാ താത്ത ഗുരുവായൂർ വരുന്നത്? വിഷുവിന്റെ അന്ന് ഉണ്ടാവും, ഏപ്രിൽ 14 തീയതി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ആവോ? അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ. ജസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്, വിഷുവിന്റെ അന്ന് ഗുരുവായൂർ നടയിൽ ഉണ്ടാവുന്നു. ഓക്കെ, എന്തായാലും പോകണം കേട്ടോ. ഇങ്ങനെ കേസൊക്കെ വന്ന് 4 സ്ഥിതിക്ക് എന്തായാലും വിഷുവിന്റെ സമയത്ത് ഗുരുവായൂർ അമ്പലം നടയിൽ പോകണം. എന്നിട്ട് അവിടെ വെച്ച് കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഒരു മാല ഇട്ട് ഒരു ഫോട്ടോ കൂടി എടുക്കണം. വേണ്ട ഒരു സെൽഫി തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് വീണ്ടും അത് സോഷ്യൽ മീഡിയയിൽ ഇടണം കേട്ടോ. ഇതൊരു ചലഞ്ചാക്കി എടുക്കുക ജസ്റ്റിനെ താത്ത. ഓ അങ്ങനെയൊക്കെ അല്ലേ? ഇവരൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഇവര് നന്നാവാൻ പോകുന്നില്ല. ഇവർ ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പകൽ പോലെ വ്യക്തമാണ് റീച്ചിന് വേണ്ടിയാണ് ഇവർ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ കുറച്ച് ഞാൻ നിർത്തിപ്പോയിക്കോളും. ഇനിയിപ്പോൾ അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് ഈ കണ്ടന്റ് എടുത്ത് ചെയ്യാൻ നിന്നെന്ന് ചോദിച്ചാലും വരാൻ നിൽക്കണ്ട. സംഭവം ഇത് കേസായ സ്ഥിതിക്കും വാർത്തയായ സ്ഥിതിക്കും ഞാനെടുത്ത് സംസാരിച്ചത് മാത്രം. പിന്നെ ജസ്റ്റിന്റെ പിന്നാലെ വണ്ടി എടുത്ത് കൂടുന്നവർക്ക് അതൊരു അവയർനെസ് ആവുമല്ലോ, അത്രേ ഉള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.